മമ്മൂക്ക വളരെ നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ ഞാൻ പലരുടെയും ഇപ്പോൾ ചരിത്രത്തിലൂടെ ഒക്കെ ഞാൻ കേൾക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അന്നും ഇന്നും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും അന്ന് രാത്രിയിൽ തന്നെ വിളിച്ച് ഞാൻ അന്നേരത്തൊരു മുകളിൽ പറഞ്ഞാൽ സോറി ഇന്ന് അത്രയ്ക്കൊരു ഒരു എന്ന് എങ്ങനത്തെ കഥകളാണ് നമ്മൾ മുഴുവൻ കേൾക്കുന്നത്. അപ്പം മമ്മൂക്കയുമായിട്ടൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നമ്പർ കിട്ടുന്നു, ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മറുപടി അയക്കുന്നതും CBI കഴിഞ്ഞതിന് ശേഷമാണ്. CBIയുടെ ലൊക്കേഷൻ ഞങ്ങൾ ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പം അതുവരെ ഞാൻ സിനിമയ്ക്ക് പുറത്തായിരുന്നല്ലോ. പിന്നിപ്പം ഞാൻ സിനിമയ്ക്ക് ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ ചിലപ്പം അതിൻ്റെ ഒരു പരിചയവും മമ്മൂക്ക എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. മമ്മൂക്ക അപ്പം ഞാനതിന് മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ച് മറുപടി വന്നെന്ന് പറഞ്ഞ് പലരും കാണിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കും ആ മറുപടി കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളായിരുന്നു എന്നുള്ള മീൻസ് അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ടാലൻറ്റിനെ കണ്ടാൽ അയാളെ എങ്ങനെയെങ്കിലും സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അത് അയാൾ പോലും അറിയണമെന്നില്ല. അങ്ങനെ ഞാനും പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന താരങ്ങളുടെ ഒപ്പം നമ്മൾ അഭിനയിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതിൽ നിന്ന് ഉണ്ടാവണം. എൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഒരു മെസ്സേജ് മറുപടി വരുന്നത് തന്നെയാണ് ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. അതിന് എനിക്ക് വേറൊരു സിനിമയിൽ വേഷം കിട്ടുക എന്നുള്ളതോ നമുക്ക് എനിക്ക് വേഷം വിളിച്ചു തന്നു എന്നുള്ളതോ അങ്ങനെയൊന്നും അല്ല. ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അത് സിനിമയിലുള്ള നമ്മൾ ആരാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ പിന്നാമ്പുറത്തുണ്ടായിരുന്ന ആരാണെങ്കിലും കൂടെ, അത് സംവിധായകനായിക്കോട്ടെ, തിരക്കഥാകൃത്തായിക്കോട്ടെ, ഞാൻ ഇവരൊക്കെ ഇവിടെ ചെലുമൊക്കെ കാണുമ്പോൾ ഞാൻ പോയി സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം ഇങ്ങനെ തീരതല്ല. എന്തായാലും എനിക്ക് ഇത്രയും സമയം ഇവരോടൊക്കെ ഇരിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. നോമിനേഷൻ വന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നമുക്ക് ഉറപ്പായിരുന്നു അത് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മമ്മൂക്കയ്ക്ക് തന്നെ 2 നോമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫിലിം ഫെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള അതിലൊരു നോമിനേഷൻ കിട്ടിയത് വലിയ കാര്യമാണ്. അങ്ങനെ അത് നമുക്ക് എവിടെയും പറയാമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഹിന്ദി സിനിമ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അത് ചരിത്രത്തിലുള്ളൊരു കാര്യമല്ലേ. ഇത്രയും മലയാള സിനിമകളിലും ഒരു ഹിന്ദി സിനിമയിലും എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റാണ്. ആ ഒരു ഹിന്ദി സിനിമ ഞാൻ ഇനി ചെയ്തുകൂടായില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന ഇയറിലെ ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ വലിയ കാര്യമല്ലേ. ഇതുപോലെ തന്നെ പല സപ്പോർട്ടിങ് റോൾസ് ചെയ്തു വരുന്നു. ചെറിയ റോൾസാണ് പണ്ട് തുടങ്ങി ഒരു സിഗ്നിഫിക്കൻറ്റ് പീരീഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻഡസ്ട്രി വിട്ടേക്കാം, ഇതും കൊണ്ടൊന്നും ഒക്കില്ല, നടക്കില്ല എന്നുള്ളൊരു ഫേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കില്ല, അതുകൊണ്ട് വിട്ടേക്കാം എന്ന് പറയുന്നൊരു ഫേസ് ഉണ്ടായിട്ടില്ല. കാരണം ഇതല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കാത്തതുകൊണ്ട് വിട്ടേക്കാം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ വേറെ ചില കാരണങ്ങൾ കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് കാലം മാറി നിന്നേക്കാം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ടൈം ടേബിളിൽ ലൈഫ് നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ഇത്ര മണിക്ക് ഓഫീസിൽ പോകുന്നു, ഇത്ര മണിക്ക് തിരിച്ചു വരുന്നു, ബാക്കിയുള്ള സമയം ഫാമിലിയോട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, തിരിച്ചു വരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോകുന്നു, തിരിച്ചു വരുന്നു. എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ വിദേശത്തുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നെങ്കിൽ ഭയങ്കര പീസ്ഫുൾ, സമാധാനം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സിനിമയിൽ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടോ കരിയറിലൊന്നും ആകാത്തതുകൊണ്ടോ സിനിമ വിട്ടേക്കാം എന്ന് പറഞ്ഞ ചിന്ത ഉണ്ടായിട്ടില്ല. വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തന്നിട്ടില്ല. മലയാള സിനിമ ഇപ്പോൾ കേരളത്തിന് പുറത്തു, ഇന്ത്യക്ക് പുറത്തും ഒക്കെ അറിയപ്പെടുന്ന സെലിബ്രിറ്റി. ഈ സമയത്ത് മലയാള സിനിമയിൽ ഒരു പൊതുവെ ഇതിനെ കുറിച്ചൊരു ടേക്ക് എന്താ ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ? ഇപ്പോഴത്തെ ഒരു മലയാളം സിനിമ മലയാള സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോലും ആൾക്കാർ തിരിച്ചറിയുകയും മലയാള സിനിമ എടുത്ത് കാണുന്ന ഒരു സംഭവമുണ്ട് OTT-യിലേക്ക്. ഇപ്പം എന്താണ് പ്രശാന്തിൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ടേക്ക് എന്താ മലയാള ഇൻഡസ്ട്രിയുടെ?
അടിപൊളിയാണ്, ഭയങ്കര നല്ലതാണ്. സിനിമ വളരാൻ ഇതിനപ്പുറത്തേക്ക് വേറെ എന്താ വേണ്ടത്? നമ്മൾക്ക് കുറച്ചുകൂടെ വലിയ മാർക്കറ്റുകൾ കിട്ടുകയല്ലേ. ഇതുവരെയും അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വരികയും അവ ഡബ് ചെയ്ത് ഇവിടെ വരികയും, ഹിന്ദി സിനിമകൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും അന്യഭാഷാ ചിത്രങ്ങൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമായിരുന്നു മലയാളികൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മളുടെ സിനിമ മറ്റ് സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഡബ് ചെയ്ത് കോടികൾ വാരുകയും ചെയ്യുന്നത് കണ്ട് അഭിമാനിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയില്ലേ. സോ അത് വളരെ നല്ലൊരു ചേഞ്ചാണ്, സിനിമയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. വലിയ സിനിമകൾ കൂടുതലുണ്ടാവാൻ അത് സാധിക്കും. അതിൻ്റെ അർത്ഥം കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ സിനിമ നടക്കുമ്പോൾ എത്രയോ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് അതുപോലത്തെ സിനിമകൾ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സോക്കോൾഡ് ചെറിയ സിനിമകളെന്ന് പറയുന്ന സിനിമകളും ഇവിടെ വലിയ കളക്ഷൻ വരും. ഇപ്പോൾ രേഖാചിത്രം വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു. ബേസിലിൻ്റെ സിനിമകളൊക്കെയും സൂക്ഷ്മദർശിനിയാട്ടെ, ജയ 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 ഹേ, ബേസിൽ അഭിനയിച്ച കുറേ സിനിമകളെല്ലാം വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ വലിയ മുതൽ മുടക്കിൽ വരുന്ന പല സിനിമകളും കേരളത്തിനപ്പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയാം. മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രിക്ക് വളരെ നല്ല ഒരു പീരീഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറെ പ്രതീക്ഷാ നിർഭരമായ കാലഘട്ടമാണ്. അതാണ് ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ. പ്രശാന്ത് അലക്സാണ്ടർ hail from a very conventional family. ഫാദർ ഒരു പ്രീസ്റ്റ് ആയിരുന്നു, മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. അപ്പം അത്ര ഒരു കൺവെൻഷണൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ഒരു ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ മീഡിയ ആർട്ട് എന്നുള്ളൊരു ഫീൽഡിലോട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പം ഇന്ന് ആരും ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ എന്ന് പറയില്ല. അന്നത്തെ കാലത്ത് ചിലപ്പോൾ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഒരു പ്രീസ്റ്റിൻ്റെ മകനായിട്ട് വരുമ്പോൾ അന്ന് സിനിമ കാണുന്നതും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും ഒക്കെ വലിയ പാപങ്ങളായിട്ട് കണ്ടിരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെ മകൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എൻ്റെ ഫാദർ അത്ര കൺവെൻഷനല്ലായിരുന്നു. എൻ്റെ പപ്പ ഭയങ്കര നന്നായി വായിക്കുമായിരുന്ന, ഡിഗ്രി കൊണ്ട് മാത്രം പഠനം അവസാനിപ്പിച്ചൊരു ആളായിരുന്നു പപ്പ. അപ്പോൾ പപ്പായ്ക്ക് ഡിഗ്രിയിൽ പഠനം നിർത്തിയതൊരു വലിയ ഒരു പ്രയാസമായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പപ്പായ്ക്ക് പലപ്പോഴും പല ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പറ്റാഞ്ഞത് ഡിഗ്രി മാത്രമായി പോയതുകൊണ്ടാണ്. അന്ന് എനിക്കൊരു പി ജിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്നതും കൂടെ ഒക്കെ ചെയ്തേനെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം മക്കൾക്ക് അങ്ങനത്തെ ലിമിറ്റ്സ് ഒന്നും ഉണ്ടാവരുതെന്ന് പപ്പ ആഗ്രഹിച്ചു. എനിക്ക് ഒരു ചെറുപ്പം മുതലേ മോണോ ആക്ട് മിമിക്രിയൊക്കെ ഞാൻ സ്റ്റേജിൽ ഒരു 4ാം ക്ലാസ് മുതലേ ഞാൻ സ്റ്റേജിൽ കയറി തുടങ്ങി. പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോയി ബാലയന സഖ്യത്തിലൊക്കെ എത്തി. ബാലയന സഖ്യത്തിലൂടെ കലാതിലകമായി, സബ് ജില്ലാ കലോത്സവത്തിൽ സ്കൂൾ ലെവലിൽ കലാപ്രതിഭയായി. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം നമ്മൾ ഈ ഡിഗ്രി കഴിയുമ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി എന്ത് ചെയ്യും? കാരണം അന്ന് MBA ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു സാധനം. അപ്പം നമ്മളും ഈ പഠനത്തിൽ അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അടുത്ത MBA ചെയ്യാം. കാരണം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രീ ഡിഗ്രി ചെയ്യാം എന്ന് പറഞ്ഞല്ലേ. +2 കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് BA എടുക്കാം, ഡിഗ്രി എടുക്കാം എന്ന് പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി MBA എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയാണ് എന്നോട് പറയുന്നത്, നീ ഇങ്ങനെയൊക്കെ കലാപരമായ കഴിവുള്ള ആളാണല്ലോ, എന്തിനാണ് വേറൊരു മേഖലയിലോട്ട് വന്നു? ഇപ്പോൾ ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, നിനക്കത് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മീഡിയ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫൈനൽ ഇയർ ആയപ്പം എനിക്ക് ഒരു ഭയങ്കര ഒരു ലക്കിലൂടെ ഞാൻ ഒരു ടെലിവിഷൻ ചാനലിൽ ആങ്കറായിട്ട്, കോളേജിൽ ഷൂട്ട് ചെയ്യാൻ വന്നൊരു പ്രോഗ്രാമിൽ ഞാൻ ആങ്കറായിട്ട് കയറി. പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു പ്രസ്റ്റീജിയസ് ഷോ, ആ ഏഷ്യാനെറ്റിൻ്റെ ഒരു 1 hour ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു. അതിൽ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിട്ടും ആങ്കറായിട്ടും ഞാൻ ജോയിൻ ചെയ്തു. അത് ഭയങ്കര ഹിറ്റായപ്പോൾ നമ്മുടെ ഫേസ് ടെലിവിഷനിലൊക്കെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർ തിരിച്ചറിയുമ്പം പിന്നെ നമ്മൾക്ക് എന്താണ് പ്രൊമോഷൻ, നെക്സ്റ്റ് എന്താണെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുന്നത്. ഇവഞ്ച്വലി സിനിമ ആക്ടറായിട്ട് മാറുന്നത്. പിന്നെ സിനിമ ആക്ടറായതിനു ശേഷം
നമ്മൾ ഓരോ സ്റ്റേജസിലും തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ഇന്ന സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് പറയാനായിരിക്കും നമ്മളുടെ ഒരു ആഗ്രഹം. പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൈൻഡ് കൊണ്ട് ഓരോ ആക്ടിങ് തന്നെയാണെങ്കിലും അതിലും പ്രൊമോഷൻസ് നമ്മൾ ആഗ്രഹിക്കില്ല. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ചപ്പോൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ എങ്ങനെ ഈ ക്യാരക്ടേഴ്സിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ സിനിമയിൽ കൂടുതൽ അവസരങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്കൊരറിവില്ലായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ മല്ലപ്പള്ളിയിൽ നിന്നൊരു അച്ഛൻ്റെ മകനായിട്ട് വന്ന ഒരാൾക്ക് സിനിമയിലെ രീതികൾ ചാൻസ് ചോദിക്കണം, ചാൻസ് ചോദിച്ച് അവസരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ചാൻസ് ചോദ്യം തന്നെ നമുക്ക് നമ്മളുടെ പല സ്വഭാവങ്ങളെയും ബ്രേക്ക് ചെയ്ത് പല ഈഗോകളെയും ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചാൻസ് ചോദിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സമയമെടുത്തു. ആക്ഷൻ ഹീറോ ബിജു വരെ 2015 വരെ ആ ഒരു സമയമെടുത്തു. ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇൻഹിബിഷൻസിനെയും ഈ തോട്ട് പ്രോസസ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ വേഷങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഫാമിലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, ഏറെ പ്രോത്സാഹനം തരുന്ന ഒരു അപ്പൻ്റെ മകനായിരുന്നത് കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. ഈ സ്കൂളിലും ആർട്സിലോട്ടുള്ള ഒരു ചായ്വ് സ്വന്തമായിട്ട് തന്നെ എടുത്തൊരു ഇനിഷ്യേറ്റീവ് ആണോ അതോ ഫാദർ തന്നെ പുഷ് ചെയ്തത്? എനിക്ക് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ സൗണ്ട് അതായത് വെറുതെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒട്ടും പ്ലാൻ ചെയ്ത് പറഞ്ഞതല്ല. ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കാമെന്ന് ഓർത്ത് പറയുന്നത് പോലെ ഈ ഞാൻ വീട്ടിൽ പപ്പായും മമ്മിയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പപ്പ അച്ഛനായിരുന്നുകൊണ്ടുണ്ടെങ്കിൽ യാത്രകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ പപ്പ എവിടെയെങ്കിലും വരുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ നമ്മുടെ ഇന്നടത്തെ ആൻറ്റിയുടെ അങ്കിൾ വന്നു, പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് അതേ മോഡുലേഷനിൽ ഞാൻ പപ്പ പറയാമായിരുന്നു. അപ്പോൾ ഏതാണ്ട് കറക്റ്റൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം പപ്പ പറയടാ നീ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നീ ഇന്ന് മിമിക്രി ഒന്ന് ചെയ്ത് നീ എന്തെങ്കിലും മിമിക്രി. അപ്പം മിമിക്രി എങ്ങനെ ചെയ്യും? നമ്മൾ മിമിക്രി കണ്ടാലല്ലേ മിമിക്രി ആണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ആ സമയത്ത് ഈ വീഡിയോ കാസറ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങി. അബീക്കയുടെയൊക്കെ ഷോസും അങ്ങനെയൊക്കെ കാസറ്റിൽ വരാൻ തുടങ്ങി. അത് കണ്ടിട്ടാണ് ഇതാണ് മിമിക്രി എന്ന് തിരിച്ചറിയുന്നത്. പിന്നെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടാണ്. പിന്നെ അടുത്തൊരു സാറിൻ്റെ അടുത്ത് പോയി ഒരു മോണോ ആക്റ്റും പഠിച്ചു. അപ്പോൾ ഈ മോണോ ആക്ട് കൊണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച മോണോ ആക്റ്റാണ്. അതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് വരെ 1ാം ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. കാരണം പഠിച്ചൊരു സാധനം ഇട്ടങ്ങ് അലക്കി പിന്നെ അതിലെങ്കിൽ ഇമ്പ്രൂവൈസ് ചെയ്ത് പിന്നെ കോമ്പറ്റീഷൻസ് കൂടുമ്പം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ വേറെ ചില സാധനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിനെ പിന്നെ എടുത്ത് നമ്മൾ പോളിഷ് ചെയ്ത് വേറെ സാധനമൊക്കെ അങ്ങനെ എല്ലാത്തിൻ്റെ പിന്നിലും പപ്പായുടെ ഒരു പ്രോത്സാഹനമുണ്ട്. ഈ അമ്മമാർക്ക് ഈ സ്ഥിര ജോലി, സ്ഥിര വരുമാനം, ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു വാശി ഉണ്ടായിരുന്നുണ്ട്. മമ്മി അതിനെ തീരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ പപ്പ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ്. അങ്ങനെയാണ് ആ ഇനീഷ്യേറ്റീവ്.